ചേട്ടാ, നമ്മൾ ഈ പൊതുവെ വീടുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ചില സമയത്ത് ചില ജ്യോത്സ്യന്മാരും പണിക്കർമാരൊക്കെ പറയുമല്ലോ, വീടിന്റെ മുൻവശം വെച്ചത് ശരിയായില്ല, അത് പൊളിച്ചു മാറ്റി ഇന്ന ദിക്കിലേക്ക് പണിയണം. അല്ലെങ്കിൽ ചിലർ പറയും കന്നിമൂലയിൽ അടുക്കള വരരുത്, അല്ലെങ്കിൽ ബാത്റൂം വരരുത്, അപ്പൊ അത് മാറ്റി പണിയണം. നമ്മൾ ആശിച്ച് മോഹിച്ചൊരു വീട് പണിയുമ്പോൾ ഈ വാസ്തുശാസ്ത്രം പറഞ്ഞിട്ട് അല്ലെങ്കിൽ വാസ്തുശാസ്ത്രത്തെ ബേസ് ചെയ്തുകൊണ്ട് പല മാറ്റങ്ങളും പിന്നീട് വരുത്തേണ്ടി വരും. അല്ലെങ്കിൽ ഒരു വീട് പണിയുമ്പോൾ അത് നോക്കിയിട്ടേ വെക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയും. അപ്പൊ ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ഒരു കാര്യമുണ്ടോ, അല്ലെങ്കിൽ അതൊരു സത്യമുള്ള കാര്യമാണോ? വാസ്തുശാസ്ത്രം സത്യമുണ്ടോ എന്ന് വെച്ചാൽ ഇതിൽ സത്യമുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ എല്ലാ ആൾക്കാരും പറയുന്നത് അംഗീകരിക്കില്ല. കാരണം എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരാൾക്കാർ പറയുന്ന രീതികൾ വേറെ ആയിരിക്കും, മറ്റൊരാൾ പറയുന്നത് വേറെ ആയിരിക്കും. കേട്ടില്ല, ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന രീതികൾ വേറെ ആയിരിക്കാം, നിങ്ങൾ വേറെ ആളോട് പറഞ്ഞു കൊടുക്കുന്ന വേറെ രീതി ആയിരിക്കാം. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള തിയറികൾ എന്താണെന്ന് നമ്മൾ ആദ്യം പഠിക്കണം. പണ്ടത്തെ ആൾക്കാർ എന്തിനു വേണ്ടി ഇതിങ്ങനെ പറയുന്നത്, എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ആദ്യം നമ്മളത് മനസ്സിലാക്കണം. ഞാനിപ്പോൾ പറയുന്ന ഓരോ സംഗതികളും ഞാൻ ബുക്കിൽ വായിച്ചതൊന്നും അല്ല കേട്ടോ. കാരണം ഞാൻ സ്വയം ചിന്തിച്ചുകൊണ്ടിരിക്കും, എന്തിനങ്ങനെ പറയുന്നു, എന്തിനങ്ങനെ ആക്കുന്നു എന്നുള്ളത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. എൻ്റെ അടുത്ത് അധികം ചാനലുകാർ തന്നെ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഇതെന്താ, ഇതിൻ്റെ ആവശ്യം എന്താണ്. ഞാൻ അതിന് കുറച്ച് ആൾക്കാരോട് പറഞ്ഞൊരു സംഭവം കൂടി ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മളൊരു കിണർ കുഴിക്കുന്ന സമയത്ത് ആ കിണർ ആശാരി പറയുന്നത് ശരിക്കും അത് 8 കോല് കുഴിയുന്നതിൻ്റെ ചുറ്റളവ് ഇത്ര വെക്കണം, 10 കോല് കുഴിയുന്നതിൻ്റെ ചുറ്റളവ് ഇത്ര വെക്കണം. അതേസമയം 25 കോല് കുഴിയുന്നുണ്ടെങ്കിൽ ഇതാ ചുറ്റളവ് ഇത്ര വെക്കണേ. ആര് പറയും? ആശാരി പറയും അല്ലേ. എന്തിനാ പറയുന്നതെന്നറിയോ? എന്തിനറിയോ? ഇല്ല, അറിയില്ല. ശരിക്കും ഇതിൻ്റെ ഒരു ശരിക്കുള്ള തിയറി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വീടിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്തിട്ട് അത് പൊത്താണ്ട് വെച്ചാൽ നിങ്ങൾ ആരും കുടിക്കുമോ? അടച്ചു വെക്കാതെ കുടിക്കുമോ? ഇല്ല, അത് അടക്കാത്ത വെള്ളമാണ് കുടിക്കേണ്ടതെന്ന് പറയും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശരിക്കും നമ്മൾ ഈ കിണർ ഏത് മൂടിട്ടാണ് പൊത്തുന്നത്? കിണർ ഏത് മൂടിട്ടാണ് നിങ്ങൾ പൊട്ടി വെക്കുന്നത്? കിണർ സാധാരണ നമ്മൾ വലയിട്ടൊക്കെ അങ്ങനെ ചെയ്യുള്ളൂ. ഇതിൽ എന്തെല്ലാം വീഴുന്നുണ്ട്? വലയിടുന്ന സമയത്ത് നമുക്ക് ഇലകളും വലിയ വലിയ അതിൽ പുഴു പോകുന്നില്ലേ, ചിരട്ട പോകുന്നില്ലേ അല്ലേ? ഇനി അതിലെ ചപ്പ മുഴുവൻ അതിൽ വീണ് അടിഞ്ഞു പോകുന്നില്ലേ അല്ലേ? ഇനി ഒരു തൊട്ടി നിങ്ങളെ കിണറ്റിൽ അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പിറ്റേത്തെ കൊല്ലം വെള്ളം വറ്റിയെടുക്കുന്നു അല്ലേ? ഇതേ കിണറ്റ് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തപ്പാട് കുടിക്കുന്നില്ലേ? നമ്മൾ തിളപ്പിച്ചിട്ടൊക്കെയാണല്ലോ തിളപ്പിച്ചിട്ട്. ഇതെല്ലാവരും ഇല്ല, പക്ഷേ അധികം ആൾക്കാരും അതിൻ്റെ അകത്ത് അപ്പോൾ തൊട്ടി തന്നെ വലിച്ച് അപ്പാട്ടിന് കുടിക്കുന്ന ആൾക്കാരുണ്ട്, ഇതെടുത്ത് നേരെ കുടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നേരെ അകത്ത് വെച്ചാൽ എടുത്ത് കുടിക്കാൻ എല്ലാവരും മടിക്കും. കേട്ടില്ലേ? എന്താ ഇവിടെ നടക്കുന്ന സംഭവം എന്താണെന്നറിയോ? ശരിക്കും വെള്ളത്തിന് എപ്പോഴും വായു സഞ്ചാരങ്ങളും സൂര്യപ്രകാശം തട്ടണം. ഈ വായു സഞ്ചാരങ്ങളും സൂര്യപ്രകാശവും വെള്ളത്തിന് തട്ടുമ്പോൾ വെള്ളം ഫിൽറ്ററിങ് നടക്കും. ഈ ഫിൽറ്ററിങ് നടക്കാൻ വേണ്ടിയിട്ടാണ് പണ്ടത്തെ ആൾ എന്ത് പറയുന്നത്, ആഴത്തിനനുസരിച്ചിട്ട് വട്ടം വെക്കണം, സൂര്യപ്രകാശം കിട്ടണം ഈ വെള്ളത്തിന്. അതേസമയം കുടുക്കി കുടിച്ചാൽ വെള്ളം കിട്ടും, സൂര്യപ്രകാശം കിട്ടുമോ? അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇന്ന് പഠിച്ച എഞ്ചിനീയർമാരൊക്കെ പറയുന്നത് ഈ കുഴൽക്കിണർ ഇങ്ങനെയല്ലേ അടിക്കുന്നത്, അന്ന് ബാക്കിൽ കിണർ അടിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കൂ അല്ലേ. അപ്പോൾ ഈ കുഴൽക്കിണർ നമ്മളൊന്ന് ചിന്തിച്ചാൽ പോരെ, ഈ കെട്ടി നിൽക്കുന്ന വെള്ളം എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ പറയണമെന്നുണ്ടോ അല്ലേ? നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ പോരെ കെട്ടി നിൽക്കുന്ന വെള്ളം എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ കുടിക്കുന്നതിൽ നമ്മൾ ഈ കുഴൽക്കിണറ്റിലെ വെള്ളം എങ്ങനെയാണെന്ന് നമ്മൾ അറിയുന്നില്ല. ഏതൊരാളും പറയുന്നൊരു സംഭവമുണ്ട്, സാധാരണ കിണറ്റിലെ വെള്ളത്തിനേക്കാളും രുചി വ്യത്യാസം ഈ എന്തായാലും ഈ കുഴൽക്കിണറ്റിലെ വെള്ളത്തിനുണ്ടാവും. എന്തുകൊണ്ടാണ് കിട്ടുന്നത് ഇങ്ങനെ ആവുന്നത്? ഇതാണ് സംഭവം. അപ്പോൾ പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാ? സൂര്യപ്രകാശം ഇത് കിട്ടാൻ വേണ്ടി. പണ്ടത്തെ ആശാരികൾ പറയും, ഇതാ വടക്ക് കിഴക്ക് മൂലക്കാ കിരടിൻ്റെ സ്ഥാനം. എവിടെയാ കിരട്? ഏത് വീട്ടിൽ നിങ്ങൾ നോക്കിയാൽ ഏത് മൂലക്കാ കിരട് വെക്കുന്നത്? വടക്ക് കിഴക്ക് മൂലക്ക. കേട്ടില്ലേ? അത് രാശി പ്രകാരം പറയും, മീനൻ രാശി, മേടൻ രാശി എന്നൊക്കെ പറയും. ഇതെന്താ രാശി പ്രകാരം? അതുകൊണ്ട് പണ്ടത്തെ ആൾക്കാർ ഈ ദിശയും കാര്യങ്ങളും അളവും കാര്യമൊന്നും എല്ലാം നോക്കിയിട്ട് പറഞ്ഞിരുന്നത്, എല്ലാം രാശി പ്രകാരമായിരുന്നു. ഒരു സ്ഥലത്തിനെ 12 ഭാഗമാക്കിയിട്ട് ആ 12 രാശിയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ പറയാം, എന്താ മീനൻ രാശിയിലാണ് കിരടിൻ്റെ സ്ഥാനം. കേട്ടില്ലേ? അല്ല, ഇടവൻ രാശിയിൽ, സോറി അപ്പോൾ ഈ ഇടവൻ രാശി എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ വടക്ക് കിഴക്ക് മൂലക്ക് ഇപ്പുറമായി കിട്ടി അല്ലേ. എന്തിനാ ആ ഭാഗത്ത് തന്നെ കുഴിക്കുന്നത്? അതറിയോ? സൂര്യൻ ഏത് പറഞ്ഞാൽ ഉദിക്കുന്നത്? കിഴക്ക്. അപ്പോൾ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ ഇതിന് വെളിച്ചം കിട്ടണം വെള്ളത്തിന്. പക്ഷേ ഇത് വേഗം കൊണ്ടുപോയി കിരട് ഒഴിച്ചാൽ എപ്പോൾ തട്ടു? വൈകുന്നേരം തട്ടു അല്ലേ. ശരിക്കും നമ്മളൊരു മെഡിസിൻ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ, ഒരു ഡോക്ടറെ അടുത്ത് പോയി എന്തെങ്കിലും മെഡിസിൻ എന്തെങ്കിലും ശരീരത്തിൽ പറ്റി കഴിഞ്ഞാൽ രാവിലത്തെ ലൈറ്റ് വെളിച്ചം തട്ടണം എന്ന് പറയും അല്ലേ. എന്തിനാ? ഡീൻ്റെ കുറവുണ്ടെന്ന് പറയും, വൈറ്റമിൻ ഡി അല്ലേ. അപ്പോൾ ഈ ഡി കിട്ടണം, സൂര്യപ്രകാശത്തിന് കിട്ടണം. അപ്പൊ അത് വെള്ളത്തിന് കിട്ടാൻ വേണ്ടിയാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത്. അതെ, അത് നമുക്ക് കിണറിന്റെ കാര്യം ഈ ഒരു ലോജിക്കൽ റീസൺ വെച്ച് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. പക്ഷെ ഈ വീടുകൾ നിർമ്മിച്ചു കഴിയുമ്പോൾ അത് മാറ്റണം, അല്ലെങ്കിൽ അതിന്റെ ഇന്ന സ്ഥലം പൊളിച്ചു മാറ്റി വേറെ സ്ഥലത്ത് വെക്കണം പറയുന്നത്. അത് നമ്മൾ ശരിക്കും എന്താണെന്നറിയോ, സ്ഥലത്തിന് ഓരോ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചില ഷോപ്പുകൾ ചില സ്ഥലത്ത് വെച്ച് എത്രയായാലും അത് തേപ്പിടിക്കില്ല.
എന്താണ് അത് കേട്ടില്ലേ, അത് വാസ്തു സംബന്ധമായ രീതിയിലൊരു പ്രശ്നം തന്നെയാണത്. ശരിക്കും അതെന്താന്ന് പറഞ്ഞാൽ അളവ് ദോഷങ്ങൾ, അളവിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഈ അളവ് ദോഷങ്ങൾ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പ്രശ്നങ്ങൾ വരും. നമ്മളിപ്പോൾ ഞാനത് ഇതിൽ പറഞ്ഞൊരു സംഭവമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റൂൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് 18 ഇഞ്ച് ഉയരത്തിൽ ആ വാസ്തു സംബന്ധമായ കണക്കിൽ ഉണ്ടാക്കുക. ഈ 18 ഇഞ്ച് ഉയരമുള്ള സ്റ്റൂൾ അത് 10 ഇഞ്ചാക്കി നിങ്ങൾക്ക് ഇരുന്നൂടെ? ഇരിക്കാം. 40 ഇഞ്ചാക്കിയാലും നിങ്ങൾക്ക് ഇരുന്നൂടെ? കാല് മടക്കിയിട്ട് എത്ര സമയം ഇരിക്കും? കാല് മടക്കി വെച്ചിട്ട് നിങ്ങൾ എത്ര സമയം ഇരിക്കും? 15 എന്ന് പറയുമ്പോൾ കാലിങ്ങനെ മടക്കിയിട്ടല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ അല്ലേ? എത്ര സമയം ഇരിക്കും? കുറച്ച് സമയം ഇരിക്കും അല്ലേ? കാല് 40 ഇഞ്ചാക്കുമ്പോൾ കാല് കുറേ സമയം ഇങ്ങനെ തൂക്കിയിട്ടിരിക്കണം അല്ലേ? എത്ര സമയം ഇരിക്കും? അതും കുറച്ച് സമയം ഇരിക്കും. ഈ 18 ഇഞ്ച് സ്റ്റൂൾ ഉണ്ടാക്കി നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിൽ ഇരിക്കാം. അപ്പോൾ വാസ്തു സംബന്ധമായ രീതികൾ കണക്കുണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മളെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചിട്ടും കാര്യങ്ങളൊക്കെയാണ്. കേട്ടില്ലേ? അപ്പോൾ ഇതേപോലെ നമ്മളെല്ലാത്തിനും ഓരോ അളവും കാര്യങ്ങളും പണ്ടത്തെ ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും എന്നുള്ളത്. കേട്ടില്ലേ? അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ ഒരു സംഭവം പറഞ്ഞായിരുന്നു. എന്താ സംഭവം? ഈ കന്നിമൂലക്ക് ബാത്റൂം കാര്യങ്ങൾ എല്ലാം പറഞ്ഞായിരുന്നു. ഇത് വെക്കുന്നതിൽ അല്ലെ അധികം ആൾക്കാരുണ്ട്. അധിക സ്ഥലത്തും ഞാൻ കാണുന്നൊരു സംഭവമാണ് കന്നിമൂലക്ക് ബാത്റൂം ഉണ്ട്, അത് മാറ്റണം, ടാങ്ക് ഉണ്ട്, അത് മാറ്റണം. ഇതിനെ കൊണ്ട് എന്താ ഗുണമുണ്ടോ എന്ന് വെച്ചാൽ, ഗുണമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മളൊരു വാസ്തു സംബന്ധമായിട്ടൊരു വീടിന് കുറ്റിയടിക്കുന്ന സമയത്ത് നമ്മളൊരു ദൈവികപരമായ രീതിയിൽ എല്ലാ ആൾക്കാരും അത് ചടങ്ങ് നടത്തുക. അപ്പോൾ ഈ ദൈവികപരമായ ചടങ്ങ് നടത്തുമ്പോൾ ഈ ഒരു മുഹൂർത്ത കുറ്റി എന്ന് പറഞ്ഞൊരു കുറ്റിയുണ്ട്. ആ കുറ്റി അധികം ആൾക്കാരും എന്താ ദേവതാരം എന്ന് പറഞ്ഞ ഗണത്തിൽപ്പെട്ട വൃക്ഷങ്ങൾ, അത് ചിലപ്പോൾ ചന്ദനം കൊണ്ടടിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ദേവതാരം എന്ന് പറഞ്ഞ സാധനങ്ങൾ അടിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ ഒരു സാധനം കൊണ്ടാണ് ഈ മുഹൂർത്ത കുറ്റി നമ്മൾ എന്ത് ചെയ്യുക, അടിക്കുക. ഈ മുഹൂർത്ത കുറ്റി എവിടെയാണ് ശരിക്കും അടിക്കുന്നത്? കന്നിമൂല ഭാഗത്ത് അല്ലേ? എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ട് പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്ത് അത്രയും വിശ്വാസ രീതി പ്രകാരം ചെയ്യുന്ന ഒരു ചടങ്ങാണിത്. കേട്ടില്ലേ? ഈ ഒരു ചടങ്ങ് കഴിഞ്ഞിട്ട് അവിടെ ഇത് കൊണ്ടുപോയി നമ്മളവിടെ ചെയ്തതിന് ശേഷം അവിടെ ആ മൂല കൊണ്ടുപോയി ഒരു ബാത്റൂം എടുക്കുന്നു അല്ലേ? അവിടെ കക്കൂസ് കൊണ്ടുപോയിട്ട് എടുക്കുന്നു അല്ലേ? ഇനിയിപ്പോൾ അവിടെ അലക്കുകല്ല് കെട്ടുന്നു. ഇതെല്ലാം അവിടെ എന്താവും? വൃത്തിയിടാവൂലേ? അല്ല, അവിടെ നിർമ്മിക്കുമ്പോൾ അതിന് എന്താണ് ബുദ്ധിമുട്ട് വരുന്നത്? അല്ല, ബുദ്ധിമുട്ട് ഞാൻ ആദ്യം പറഞ്ഞ വാക്കുകളതാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കൊണ്ട് എന്ത് ദോഷം വരും എന്നുള്ളത് ഞാൻ അറിയില്ല, ഞാനത് ആദ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പണ്ടത്തെ ആൾക്കാർ ഇതിന് വേണ്ടിയിട്ടായിരുന്നു ചെയ്തു വെച്ചതെന്ന് എനിക്കറിയാം. ആളുകൾ അത് വാസ്തു ശരിയാവില്ല അല്ലെങ്കിൽ വാസ്തുവിന് അത് യോജിക്കില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ അത് മാറ്റുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം ഉണ്ട്, എല്ലാ ആൾക്കാരും ഇത്രയേ പഠിച്ചിട്ടുള്ളൂ. കാരണം അതാണ് പാടില്ല, അതങ്ങനെ ചെയ്യാൻ പാടില്ല. കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനൊരു വ്യക്തമായ കാരണമായിരിക്കണം. പക്ഷെ ഇതാണ് ഞാനിപ്പോൾ ആദ്യമേ പറഞ്ഞ സംഭവങ്ങൾ. കാരണം കുറെ സംഗതികൾ കുറെ ആൾക്കാർക്ക് അറിയാണ്ട് പറയുന്നു, കുറെ ആൾക്കാർക്ക് ഇത് അറിഞ്ഞിട്ട് പറയുന്നു. അപ്പം ഞാൻ ഈ ഒരു സംഭവങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ച് നോക്കുമ്പോൾ ഇത് ബേസിക്കൽ ഒരു സംഭവം തന്നെയാണ്. കാരണം നമ്മൾ അത്രയും ദൈവികപരമായ രീതിയിൽ ഒരു സംഭവം ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഉറപ്പിക്കുന്നു, അവിടെ ബാത്റൂം എടുക്കുന്നു അല്ലേ? അപ്പോൾ എന്തായി? നമുക്ക് ദൈവികപരമായ രീതിയിൽ ചെയ്യുന്ന കൂട്ടർക്ക് എന്തായി? അതൊരു മുഷ്ചൽ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു അലക്കല് വെക്കുന്നു. ഈ അലക്കൽ എന്താ പ്രശ്നം? നമ്മൾ വൃത്തിയില്ലതും വൃത്തിയില്ലാതെ എല്ലാം പണ്ടത്തെ ആൾക്കാരൊക്കെ തിരുമ്പുന്ന ഇവിടുന്നായിരുന്നു. ഇന്ന് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? മറ്റുള്ള രീതിയിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പണ്ടത്തെ ആൾക്കാർ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞിട്ടിരിക്കുന്നത്. സംഭവം ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അവിടെ മോശമാണ്, അത് വെച്ചാൽ ദോഷകരമാണ് എന്നുള്ളത്. പക്ഷേ ഞാൻ പല സ്ഥലത്തും ഈ സംഗതികൾ കണ്ടിട്ടുണ്ട്. കണ്ട ആൾക്കാരൊക്കെ ഇത് മാറ്റിയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കേട്ടില്ലേ? ഞാൻ വിശ്വാസിയാണ്, പക്ഷേങ്കിൽ എല്ലാത്തിലും അംഗീകരിക്കില്ല. അങ്ങനെ ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. കാരണം ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പല സ്ഥലത്തും മാറ്റിയത് കാണുന്നുണ്ട്. പല ആൾക്കാരും ഇതേപോലെ ഉണ്ടായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് മാറ്റിയതുകൊണ്ട് അവരുടെ ജീവിതം സക്സസ് ആവുമോ? എൻ്റെത് ഇതാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഈ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ തീരും. കാരണം ഇതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് എന്നുള്ളത് ബേസിക്കൽ സംഭവം എല്ലാം നമ്മളെ മെമ്മറിയാണ് ശരിക്കും അല്ലേ? നമ്മൾ എന്ത് വലിയ അസുഖങ്ങൾ ശരീരത്തിൽ നമുക്ക് ഉണ്ടെങ്കിലും നമ്മൾ ശരീരത്തിൽ ഈ രോഗം ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ഉണ്ടാവും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ചില ആളുകൾ പറയുമല്ലോ, ജ്യോതിഷികളോ പണിക്കരോ, നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ആരുടെ അടുത്താണോ പോകുന്നത് അവർ പറയുമല്ലോ, ഈ വീടിന്റെ മുൻവശം നിങ്ങൾ ഇന്ന ദിക്കിലേക്ക് വെച്ചത് ശരിയായില്ല, അത് മാറ്റി ഇന്ന ദിക്കിലേക്ക് ആക്കണം. അപ്പൊ നിങ്ങളുടെ ഈ ചിലര് പോകുന്നത് എന്റെ എന്താ പറയാ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു ചെല്ലുമ്പോഴായിരിക്കും ഇത്തരം പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അവരുടെ സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ല. ഞാനതൊരു സംഭവം കൂടി ഞാൻ പറഞ്ഞുതരാം. കാരണം നമുക്ക് എന്താണെന്നറിയോ, നമുക്കൊരു മാനസികപരമായിട്ട് എന്ന് വെച്ചാൽ പണ്ടത്തെ ആൾക്കാർ ഈ പ്രേതം കൂടി എന്നൊക്കെ പറയുന്ന രീതികൾ ചിന്തിച്ചാൽ മതി. അത് ഞാൻ ഇപ്പം പ്രേതം കൂടി ഞാൻ പറയില്ല, ഇപ്പം മൈൻഡ് പ്രശ്നം ഞാൻ പറയാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, ഒരു പ്രേതം കൂടി പോലത്തെ ഒരാൾ, നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടർ മെഡിസിൻ എഴുതി തരും അല്ലേ? ഇനിയിപ്പോൾ പനിയും കൊണ്ട് നിങ്ങളൊരു മന്ത്രവാദീൻ്റെ അടുത്ത് പോയാലോ, അയാൾ എന്തെങ്കിലും പൂജാതി കർമ്മങ്ങൾ ചെയ്ത് തരും അല്ലേ? കാരണം അത് പോകുന്ന ആര് ചിന്തിക്കണം? നമ്മൾ ഇന്നേ ആവശ്യത്തിന് ഇന്നയാളുടെ അടുത്ത് ആരെടുത്ത് പോകണമെന്ന്
പോകുന്ന നമ്മൾ ചിന്തിക്കണം, നമ്മളെ പ്രശ്നങ്ങൾ ഇന്നേതാണ്, അത് ഇന്നയാളെടുത്ത് പോയാലേ കാര്യം നടക്കുള്ളൂ. അപ്പോൾ നിങ്ങളൊരു ആൾക്കാർ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആരുടെ അടുത്ത് പോകണമെന്ന് തീരുമാനിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ് അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ജ്യോതിഷക്കാരുടെ അടുത്തല്ല പോകേണ്ടത്. ജ്യോതിഷക്കാരുടെ അടുത്ത് എന്തിനാണ് പോകുന്നത്? ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വാസ്തു സംബന്ധമായ ആൾക്കാരുടെ നിർദ്ദേശങ്ങളാണ് സ്വീകരിക്കേണ്ടത്. അവരാണ് പറഞ്ഞു തരുക നമുക്ക് അതവിടെ പാടില്ല, അതവിടുന്ന് മാറ്റണം, ഇവിടുന്ന് മാറ്റണം എന്നൊക്കെ അല്ലേ. ജ്യോതിഷപരമായിട്ടുള്ള സംഗതികൾ എന്താ നമ്മൾ ചെയ്യുക? നമുക്ക് അലസത കാര്യങ്ങൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് ഇത് പറഞ്ഞു തരും. മാറ്റേണ്ട കാര്യങ്ങളൊക്കെ ആരാ? അല്ല, നമ്മുടെ ചർച്ച ആരംഭിച്ചത് ഈ വാസ്തു എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ അല്ലെങ്കിൽ അതിൽ സത്യമുണ്ടോ എന്നുള്ളത്. അല്ല, അത് ഞാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, കാരണം കുറേ കാര്യങ്ങൾ ഇതിൽ സത്യാവസ്ഥയാണ്. പക്ഷെ കുറേ ആൾക്കാർ എന്താണെന്ന് പക്ഷെ അതിന് എനിക്കൊരു വ്യക്തമായ കാരണം കിട്ടിയിട്ടില്ല. കാരണം എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്കിപ്പോ അതായത് ഇപ്പൊ ഞാൻ വീണ്ടും അവസാനം ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഈ വീടിന്റെ മുൻവശം മാറ്റി വെക്കുക. അതായത് അത് ഞാനൊരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്നതിന് എന്താണ് റീസൺ പറയുന്നത്? വാസ്തുശാസ്ത്ര പ്രകാരം അതിനെന്താണ് റീസൺ? അല്ലെങ്കിൽ അങ്ങനെ റീസൺ ഇൻ ദ സെൻസ് അങ്ങനെ മാറ്റുന്നത് കൊണ്ട് ഇതിന് ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന എന്താണ് ഉറപ്പ്? ഞാൻ പറഞ്ഞില്ല, എല്ലാ സംഗതികളും ഇതിനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റൂല. കേട്ടില്ലേ? നമ്മളെ ജീവിതത്തിൽ ഞാൻ എന്താ പറയുന്നറിയോ, നമ്മളൊരു ജീവിതത്തിൽ വെച്ച് കഴിഞ്ഞാൽ മരണം വരെ നമ്മളിൽ നിന്ന് ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കേട്ടില്ലേ? അപ്പോൾ നമ്മളിത് ഓരോ ആൾക്കാർ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അത് ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അത് ഇന്നേതുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ ഈ പ്രശ്നങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം തീരുമോ? ഇല്ല. പക്ഷേ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ് ഇതുപോലുള്ള കുറേ സംഗതികളുണ്ട്, ഇതൊക്കെ ആവശ്യങ്ങൾക്കുള്ളതാണ്. കേട്ടില്ലേ? കുറേ ആൾക്കാർ ഇത് ഉൾക്കൊള്ളാതെ നമ്മൾ ശരിക്കും എന്താണെന്നറിയോ, നമ്മളിത് മുതലാക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് ഇതിൻ്റെ അകത്ത്. വാസ്തു സംബന്ധമായ ആരെങ്കിലും ജ്യോതിഷത്തിലും എല്ലാത്തിലും ഉണ്ട്. പക്ഷേ ഇത് നിങ്ങൾ അവിടുന്ന് മാറ്റിയിട്ട് നിങ്ങൾ വേറെ സ്ഥലത്ത് എന്തെങ്കിലും ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഞാനൊരിക്കലും യോജിക്കാറില്ല. ഞാൻ അങ്ങനെ പറയാറുമില്ല, ഞാൻ അങ്ങനെ അതിന് നിൽക്കാറുമില്ല. കേട്ടില്ലേ? അപ്പോൾ എനിക്ക് അത്രയും അതിൽ ആ കാര്യത്തിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ വലിയ യോജിപ്പില്ല ഒരു വ്യക്തിയല്ല. അപ്പൊ ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് അതിന്റെ തലങ്ങൾ മാറി വരുമെന്നാണ് പറയുന്നത്. അല്ല, വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസങ്ങൾക്കനുസരിച്ച് വാസ്തു സംബന്ധമായ രീതികൾ എല്ലാ സ്ഥലത്തും ഒരേപോലെയാണോ നടക്കുന്നത്? അല്ല, ചേട്ടൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ നമ്മളിപ്പോ ഞാൻ തീരുമാനിക്കുകയാണ് എനിക്ക് ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ. ഞാനൊരു കാര്യം പറയുന്നത് എന്താ പറയുക, ഞാൻ പറയുന്നതിൽ ഓരോ കാരണങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഇതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ അല്ലേ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ എന്താ പറയുന്നത്, ഒരു വീട് എടുക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരും പറഞ്ഞാൽ ആ ചുമരാടെ മുട്ടിയിട്ടുണ്ടേ, അവിടെ ഒരു ഓൾസ് ഇട്ടേക്കെ അല്ലേ. ഈ ഓൾസ് ഇടുന്നത് എന്തിനാണെന്ന് ഈ പറയുന്ന ആൾക്കാർക്ക് പോലും അറിയില്ല. കേട്ടില്ലേ? പക്ഷെ അതിനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ തിയറി എന്താ ശരിക്കും, നമ്മളൊരു വ്യക്തിനെ ജയിലിൽ പിടിച്ചിടാന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും 3 ഭാഗം ചുമരം നടുവ് പോകാനൊരു വഴി. ഇതല്ലേ ജയിൽ? അല്ലെ, 2 ദിവസം നമുക്ക് കിടക്കുമ്പോൾ തിരിയോ എൻ്റെ ഇടുന്ന് നിൽക്കല്ലേ, ഇവിടുന്ന് എങ്ങനെയും പോകാൻ പുറത്ത് കഴിഞ്ഞാൽ മതിയും ചിന്തിക്കും. ഈ ജയിലിൽ തന്നെ ഒരു 4 കള്ളി അവിടെ ഒരു 3 കള്ളി ഇപ്പുറം 2 കള്ളി ഇപ്പുറം വെച്ചെടുത്താൽ നല്ല സുഖം ഉണ്ടാവും അല്ലേ. അപ്പോൾ മുട്ടിക്കിടക്കുന്നിടത്ത് കിടക്കും, മെമ്മറിക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. ഈ മെമ്മറിക്ക് അസ്വസ്ഥത ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പണ്ടത്തെ ആൾക്കാർ എന്ത് പറയുന്നത്, സൂത്രം കറക്റ്റായിട്ട് തിരിച്ചും മറിച്ചും വെക്കണം. പണ്ടത്തെ വീടിനൊക്കെ നേരെ നോക്കി അവിടെ അത് ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ തിരിച്ചും വെക്കണം അല്ലേ. അപ്പോൾ പണ്ടത്തെ ആൾക്കാർ എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയോ, എന്താ പറഞ്ഞത്, നമ്മൾ ഒരു കള്ളി ജനൽ വെക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഒരു 5 കള്ളി ജനലൊക്കെ നിങ്ങൾക്ക് വെക്കാൻ പറ്റിയാൽ അത്രയും നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള ആശ്വാസം ഉണ്ടാവും. പക്ഷേ ഒരു നീതിസാരം എന്ന് പറഞ്ഞൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണെന്നറിയോ, നിങ്ങൾക്ക് അങ്ങനെയൊന്നും വെക്കാൻ പറ്റൂല, ഒരു ഓൾസംഗ് ഇട്ട് വെക്കണേന്ന്. ഓൾസിടാനാണ് പറഞ്ഞത് അല്ല, ഒരു ഓൾസംഗ് ഇട്ട് വെക്കണേന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണെന്നറിയോ, അത്ര പോലും അവിടെ മുട്ടിക്കിടക്കരുത് എന്ന് ഈ പഠിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് പഠിച്ചെല്ലാവരും എന്ത് ചെയ്യും, ഒരു ഓൾസ് ആടിയിട്ടേക്കും അല്ലേ. ഈ ഓൾസ് കൊണ്ട് എന്ത് നമുക്ക് കിട്ടുമോ ഒന്ന് ചിന്തിച്ച് നോക്കിയട്ടെ അല്ലേ. ഇങ്ങനെ മുട്ടിക്കിടക്കുന്ന ചെറിയ ഒരു ഓൾസ് ഇട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുമോ, ഒരാശ്വാസം കിട്ടുമോ, സമാധാനം കിട്ടുമോ. പക്ഷെ അവിടെ ഒരു വലിയൊരു ജനൽ വരുമെന്ന് പറയുമ്പോൾ അല്ലേ. ഇപ്പം നിങ്ങൾ തന്നെ ഒരു സ്ഥലത്ത് ദൂരത്ത് എവിടെയെങ്കിലും പോയിട്ട് വരുന്ന ഒരു ഓപ്പൺ ഏരിയയിൽ ഒരു ഹോട്ടൽ, ഒരു സാധാരണ ഒരു ഹോട്ടൽ, എല്ലാവരും ഇടയ്ക്ക് വരും, ഓപ്പൺ ഏരിയയിൽ വരും അല്ലേ. നമുക്ക് തന്നെ തിരിയുന്നില്ലേ തുറസിലെടുത്തിരിക്കുമ്പോൾ സമാധാനം ഉണ്ടെന്ന് അല്ലേ. ഈ സമാധാനം വീട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത് തിരിച്ചും മറിച്ചും മോനെ തുറച്ച് വെക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്നതെല്ലാം മാറി എന്തായി, ഒരു ഓൾസ് ഇടല്. ഇനി അവിടെ മുട്ടയിട്ടുണ്ട് ഒരു ഓൾസ് ഇട്ട് വെക്കും. പക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ ഓൾസ് ഇട്ടിൽ എന്താ കിട്ടാൻ പോകുന്നത്, ഇതിനെ കൊണ്ട് എന്താ കാര്യം, ഞാൻ ചിന്തിക്കാറുണ്ട് ശരിക്കും. കേട്ടില്ലേ? അപ്പോൾ പണ്ടത്തെ ആൾക്കാർ ചെയ്തു വെച്ച ടെക്നിക്ക് കണ്ടോ അല്ലേ, നല്ലതാണ്. പക്ഷേ എങ്കിൽ അത് ഇന്ന് ഉൾക്കൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, വേറെ രീതിയിലേക്ക് കൊണ്ടുവരുന്നു. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ വേറെ ആവുന്നു, വേറെ ആൾ പറയുമ്പോൾ വേറെ ആളുന്നു. ഇന്ന് 100 പേജ് ബുക്കും പഠിച്ചിട്ട് ജ്യോതിഷം പഠിക്കാനിരിക്കും അല്ലേ. 100 പേജ് ബുക്കും പഠിച്ചിട്ട് വാസ്തു സംബന്ധമായിട്ട് അങ്ങ് ഇറങ്ങും. ഇത് 200 പേജുണ്ട്, 1000 പേജുണ്ട്. 100 പേജ് ബുക്കിൽ അത് പാടില്ലെന്നേ പറഞ്ഞു തരും. 200 പേജ് ബുക്കിൽ അത് പാടില്ലെന്ന് അതിൻ്റെ കാരണങ്ങളും പറഞ്ഞു തരും. 1000 പേജ് ബുക്കിൽ അത് കാരണം അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളും പറഞ്ഞു തരും, ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. കേട്ടില്ലേ? അപ്പോൾ ശരിക്കും ഈ വാസ്തു സംബന്ധമായ രീതിയിലുള്ള സംഗതികൾ ശരിയാണെന്ന് വെച്ചാൽ ശരിയാണ്. പക്ഷെ എല്ലാം അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഞാനതിൽ ഒരിക്കലും യോജിക്കുന്നില്ല.